ബാക്ക് ടു മൈ ചാനൽ ഗാങ്സ്റ്റർ ഗെയിമിംഗ് ഫർദീൻ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ RJS മോഡിനകത്ത് വന്ന പുതിയ ടാസ്ക്കാണ്. അതിൻ്റെ 4 പാർട്ട് നമ്മൾ ചെയ്തിരുന്നു. RJS പ്ലെയർ മാക്സ് അങ്ങനെ 4 നമ്മൾ ചെയ്തിരുന്നു. ഇത് നമ്മൾ മൊത്തം 10 എണ്ണമായിപ്പം. അതിലിനി 5ാമത്തെ ഒരെണ്ണമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇത് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് 3D ഗെയിം കളിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. അതിനായി നമുക്ക് ആദ്യം തന്നെ നമ്മുടെ IBD പ്ലഗിൻ ആപ്പിലോട്ട് പോകാം. ഓക്കെ, നമ്മളങ്ങനെ പ്ലഗിൻ ആപ്പിലോട്ട് കയറിയിട്ടുണ്ട്. നമുക്കിവിടെ RJS മോഡാണ് എടുക്കേണ്ടത്. നമ്മളിപ്പം കളിച്ചിട്ടുള്ളത് RJS പ്ലെയർ മാക്സ് UG ഗെയിമർ J-Plays എന്ന ടാസ്കുകളാണ്. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ഖാൻ ഗെയിമിംഗ് എന്ന ഗെയിമാണ്. അത് നമുക്ക് കോപ്പി ചെയ്യാം. നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ട്. മോഡ് കോപ്പി നൗ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിം ആൻഡ് ടു ഗോ ടു ദ ഇൻ്റർനെറ്റ് ആൻഡ് പേസ്റ്റ്. ഓക്കെ, നമ്മുടെ ഖാൻ ഗെയിമിംഗ് എന്ന ടാസ്ക് നമ്മൾ ഡൗൺലോഡ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് 3D ഗെയിമിലോട്ട് പോകാം. നമ്മളങ്ങനെ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്കിനി ഇൻ്റർനെറ്റ് എടുക്കാം. ഫോൺ എടുത്തതിന് ശേഷം ഇൻ്റർനെറ്റ് എടുക്കുക, പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഫയൽ ലോഡായിട്ടുണ്ട്. ഇവിടെ ഒരു ടൈമർ കാണിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയൊരു അപ്ഡേഷനാണ്. നമ്മളിപ്പോൾ ഒരു ഫയൽ ലോഡാക്കി കഴിഞ്ഞാൽ ഇനി വീണ്ടും ഒരു ഫയൽ നമുക്ക് പേസ്റ്റ് ചെയ്യണമെങ്കിൽ 500 സെക്കൻഡ് എടുക്കും. അത് കഴിയാതെ നമുക്ക് പേസ്റ്റ് ചെയ്യത്തില്ല. പക്ഷെ നമ്മളിപ്പോൾ പേസ്റ്റ് ചെയ്ത ഫയൽ ലോഡായിട്ടുണ്ട്. ഇനി നമുക്കത് അത് വരണമെങ്കിൽ റീപ്ലൈ അടിക്കണം. കാര്യം തൊട്ടൊന്ന് റീപ്ലൈ അടിക്കുക. ഓക്കെ, നമുക്ക് റീപ്ലൈ കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ എത്തിയിരിക്കുക നമ്മുടെ ടാസ്ക് ചെയ്യുന്നിടത്താണ്. നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റാം. അതൊക്കെ ഇതിരിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന ബൈക്ക് നമ്മുടെ പൾസറിൻ്റെ ഒരു ബൈക്കാണ്. പേരെനിക്കറിയത്തില്ല. നമ്മുടെ പ്ലെയർ മാക്സ് എന്ന ഗെയിമിനകത്ത് KTM RC, അതായത് UG ഗെയിമറിനകത്ത് V3, നമ്മുടെ UG ഗെയിമറിനകത്ത് താറായിരുന്നു. ഇപ്പോൾ ഇവിടെ പൾസറിൻ്റെ ഒരു ബൈക്കാണ്. നമുക്ക് അതിൻ്റെ വണ്ടി കയറിയിട്ട് ടാസ്ക് തുടങ്ങാം. ഫസ്റ്റ് നമ്മുടെ മുന്നിൽ കാണുന്ന റാമ്പാണ്. നമ്മളെ റാമ്പ് കീഴടക്കി ഇരിക്കുന്നു. ഇനി മറ്റേ റൊട്ടേറ്റ് ചെയ്യുന്ന കണ്ടെയ്നർ ഒരെണ്ണമുണ്ട്. അതിനകത്തോട്ട് കയറാം. ഓക്കെ, ഇപ്പോഴങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഞാൻ ലെഫ്റ്റ് കട്ട് ചെയ്ത് പോവാണ്. കാരണം മറ്റ് സേഫായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചെറിയൊരു പാലം പോലാണ്. ഏത് നിമിഷം തറയിൽ വീഴുന്ന ഒരു സ്ഥിതിയാണ് അതിൻ്റെ. ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. ഗൈസ്, പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ബാലമുരളി എന്നാണ് അവൻ്റെ പേര്. അവൻ്റെ ഒരു ചാനലുണ്ട്, ബാലൂലി മീഡിയ. അത് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഈ കുരുപ്പ് ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിനി ഇത് വീണ്ടും കറങ്ങി വരുന്ന വരെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, നമ്മളത് ചാടിക്കടന്നിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ റൊട്ടേറ്റ് ചെയ്യുന്ന റാമ്പ് വീണ്ടും വന്നിട്ടുണ്ട്. അത് കയറാം. ഓക്കെ, നമ്മൾ വീണ്ടും പ്ലാറ്റ്ഫോമിൽ തന്നെ കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ബീച്ചിൻ്റെ സൈഡിലോട്ടാണ് പോകുന്നത്. നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ നടുക്കൂട്ടൊരു തെങ്ങ് വിളിച്ച് ഇപ്പോൾ ഉണ്ട്. മാത്രമല്ല 2 കണ്ടെയ്നറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നുണ്ട്. അത് നമുക്കൊരു ഇച്ചിരി പാടാണ്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ പോവാണ് ഗൈസ്. അത് വരുന്നതിന് നമുക്ക് ഇവിടെ ചാടി കടന്നേ പറ്റത്തുള്ളൂ. ഈ റാമ്പ് 2 പൊങ്ങുന്നതിന് നമുക്ക് ഇപ്പുറത്തെത്തണം.
ഗൈസ് പണിപ്പാളി. ഗൈസ് നമ്മളൊന്ന് തറയിൽ വീണായിരുന്നു. അവിടെ നമ്മൾ വീണ്ടും രക്ഷപ്പെട്ട് എത്തിയിരിക്കുകയാണ്. കുറച്ച് വീഡിയോ കട്ടായിപ്പോയി, കാരണം എനിക്ക് ഇപ്പോൾ 2 ദിവസം കൊണ്ട് ചുമയാണ്, പെട്ടെന്ന് ഛർദിക്കൊക്കെ വന്ന്, അതുകൊണ്ടാണ് നമ്മൾ മാറിയത്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ടാസ്ക്കാണ്. ഇവിടെ തറയിലോട്ട് റാമ്പ് കാണാൻ വെക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ തറ എത്തിയിരിക്കുകയാണ്. ഞാൻ ഇവിടെ നിന്ന് ലെഫ്റ്റ് കട്ടിക്കൊണ്ട് ഇവിടെ സൂക്ഷിക്കുക. ഞാൻ മുമ്പേ ഒന്ന് മറിഞ്ഞു ഇങ്ങനെയാണ് പറഞ്ഞു, നാക്കെടുത്തില്ല നാട്ടെ വീഴുന്നത് ഗൈസ്. എന്തായാലും നമുക്ക് ഭാഗ്യം പരീക്ഷിക്കേണ്ട, വണ്ടിയിൽ നിന്ന് അങ്ങ് ഇറങ്ങാം ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് കുടുങ്ങിപ്പോയി. എന്താ പറഞ്ഞാൽ നമുക്ക് ബുള്ളറ്റ് എടുക്കാം. അതുകൊണ്ട് നമ്മൾ ജെറ്റ് പാക്ക് ഒക്കെ എടുത്ത് എങ്ങനെയോ കയറി വന്നതാണ്. നമുക്ക് അവിടെ ബുള്ളറ്റ് എടുക്കാം. ബുള്ളറ്റിൻ്റെ ചീറ്റ് കോഡ് 4/9 ആണ്. നമുക്ക് നമ്മുടെ ബുള്ളറ്റിൽ കയറാം. ചേടാ ഓക്കെ, നമ്മളെ ബുള്ളറ്റിൽ കയറാനുള്ള ഇത് വന്നിട്ടുണ്ട്. നമുക്ക് പതുക്കെ റിവേഴ്സ് എടുക്കാം. എന്നിട്ട് ഓക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തറയിൽ പോയിട്ടില്ല. ഓക്കെ, നമുക്കിനി റൈറ്റ് എടുത്ത് പോവാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ റൈറ്റ് എടുത്തോടെ ഇവിടെ വീണ്ടും ഒരു തറയിലോട്ടൊരു റാമ്പ് ഉണ്ട്. അപ്പോൾ പതുക്കെ പോവാം. ഇവിടെ നമുക്ക് ഒരു അബദ്ധം പറ്റിയതാണ്. നമുക്ക് വീണ്ടും ഇവിടെ ഇച്ചിരി സ്ലോവൊക്കെ ആയിട്ട് പോകണം. നമ്മളിനി ബീച്ചിൽ കൂടെയാണ് നമ്മുടെ ഇനി ടാസ്ക് ഒക്കെ നടക്കുന്നത്. നമ്മുടെ കടലിൽ കൂടെ ഈ ടാസ്ക്. നമ്മളിവിടെ ഫ്ലോട്ടിങ് റാമ്പ് വന്നിട്ടുണ്ട്, നമുക്ക് എടുത്ത് കയറാമെന്ന്. പതുക്കനെ നിങ്ങൾ ഇറങ്ങാവുള്ളൂ, അതിൻ്റെ പണി വളരെ സാധ്യതയുണ്ട്. നമുക്കിനി ഇവിടുന്ന് സ്ലോയിലേ പോകാവുള്ളൂ. ഇവിടെ ഒരു ലെഫ്റ്റ് കട്ട് ചെയ്ത് നമുക്ക് പോകാം. എനിക്കിവിടെ ഇവിടെ ഇച്ചിരി റിസ്ക്കാണ്. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ് ഇവിടെ, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക. ഓക്കെ, നമുക്ക് ഇതിനകത്തോട്ട് കയറാം. ഇതാ നേരെ വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് കട്ട് ചെയ്ത് കയറിയേക്കണം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ കയറിയിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് പോകണം. അതിന് കണ്ടെയ്നർ ഒന്ന് കറങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പുറത്തോട്ട് എത്തണം. ഓക്കെ, നമ്മൾ എത്തിയിട്ടുണ്ട്. നമുക്കിനി വീണ്ടും ഒരു റാമ്പ് ഉണ്ട്. ഇനി വീണ്ടും നമ്മൾ കടലിലെ വണ്ടക്കൂടെ തന്നെയാണ് പോകുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് റൈറ്റ് കട്ട് ചെയ്യുക. ഇതിനകത്ത് തോണിയൊക്കെ റൊട്ടേറ്റ് ചെയ്യുന്ന റാമ്പുകളാണ്. നമ്മൾ ഈ ഫ്ലോട്ടിങ് റാമ്പിൽ വീണ്ടും കയറാം. സൂക്ഷിക്കണം, ചിലപ്പോൾ ഫ്രണ്ട് ആയതുണ്ട്. നമ്മുടെ ബൈക്കിൻ്റെ ഫ്രണ്ട് പോയിക്കഴിഞ്ഞാൽ നമ്മൾ തറ വീഴും. നമുക്ക് സേഫായിട്ട് ലാൻഡ് ചെയ്ത് ഇറക്കാൻ പറ്റില്ല. വീണ്ടും ഇവിടുന്ന് തറയിലോട്ട് റാമ്പ് ഉണ്ട് ഗൈസ്. നമുക്കതിലൂടെ പതുക്കനെ അങ്ങ് ഇറക്കാം. നമുക്കിവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോകണം. നമ്മുടെ ഫ്ലോട്ടിങ് റാമ്പ് ഉണ്ട്. ഓക്കെ, നമ്മുടെ റാമ്പ് പൊങ്ങുന്നതിന് താഴ്ന്നതിന് നമുക്ക് എളുപ്പം കയറണം. ഓക്കെ ഓക്കെ ഓക്കെ, തറയിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ ടാസ്ക് അവസാനിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വിജയകരമായ ടാസ്ക് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയായി കാണുന്നവരെ ബൈ. അതിനുമുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങൾ നമ്മളെ ചാനൽ ഒന്ന് കമൻറ്റൊക്കെ ചെയ്തേക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ട് വേണം ഓരോ വീഡിയോസും ചെയ്യാൻ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. നമുക്കിനി വീട്ടിലോട്ട് തിരിച്ചു പോകാം. നമ്മൾ ടാസ്ക് കഴിഞ്ഞ് വീട്ടിലോട്ട് പോകണേ രാത്രിയായി. നമുക്ക് വീട്ടിൽ ചെന്ന് ഉറങ്ങിയിട്ട് അടുത്ത പരിപാടികൾ കാണാം. ഓക്കെ, ബൈ.